Hello everyone. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർത്ത് സം ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഫാമിലീസ് ഓഫ് സൊല്യൂഷൻ ആണ്. A solution containing an arbitrary constant represents a set g of xyz equal to 0 of solutions called a one parameter family of solution. അതായത് g of xyz equal to 0 എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? വൺ പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു. കാരണം ഇവിടെ ഒരൊറ്റ കോൺസ്റ്റൻറ്റ്, ആർബിട്രറി കോൺസ്റ്റൻറ്റ് സി മാത്രമേ ഉള്ളൂ. ഇവിടെ ആർബിട്രറി കോൺസ്റ്റൻറ്റ് സി മാത്രമേ ഉള്ളൂ. സോ ഇതിനെ വൺ പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു. When solving an nth order ordinary differential equation f of x, y, y dash etc. f y nth derivative equal to 0, we seek an n parameter family of solution g of x, y, c1, c2 etc. cn equal to 0. അതായത് നമ്മൾ nth order differential equationനെയാണ് സോൾവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? g of x, y, c1, c2 etc. cn equal to 0. അതായത് അവിടെ n കോൺസ്റ്റൻറ്റുകൾ വരാം. ഓക്കെ, അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? n പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം ഡെറിവേറ്റീവ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കാണാൻ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ? dy/dx നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് സൊല്യൂഷൻസ് കിട്ടും. സോ ആ സൊല്യൂഷൻസിൽ നമുക്ക് കോൺസ്റ്റൻറ്റ് ഇപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഈ കോൺസ്റ്റൻറ്റുകൾ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന സൊല്യൂഷൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതായത് ഒരു കോൺസ്റ്റൻറ്റ് മാത്രമേ അവിടെ ഉള്ളൂ എങ്കിൽ നമ്മളതിനെ വൺ പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി എത്ര എണ്ണമാണോ സൊല്യൂഷൻസ് ഉള്ളത് അതിനനുസരിച്ചിട്ട് അത്രയും പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻ. n പാരാമീറ്റർ ആണെങ്കിൽ n പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ഈ ഒരു g of x, y, c1, c2 etc. cn equal to 0ൽ സി ഐസുകൾക്ക് വാല്യൂസ് കൊടുക്കുക. അതായത് c1, c2 etc. cnകൾക്ക് പെർട്ടിക്കുലർ വാല്യൂസ് കൊടുക്കുമ്പോൾ കിട്ടുന്ന സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. എ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദാറ്റ് ഈസ് ഫ്രീ ഓഫ് ആർബിട്രറി പാരാമീറ്റേഴ്സ് ഈസ് കോൾഡ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ. അതിൽ എന്തൊന്നും ഉണ്ടാവാൻ പാടില്ല? ആർബിട്രറി പാരാമീറ്റേഴ്സ് ഉണ്ടാവാൻ പാടില്ല. അതായത് ആർബിട്രറി പാരാമീറ്റേഴ്സിന് നമ്മൾ വാല്യൂസ് കൊടുത്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സൊല്യൂഷൻ കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. y equal to c1 e raised to x plus c2 x e raised to x is a two parameter family of solution of the linear second order equation y double dash minus 2y dash പ്ലസ് വൈ ഈക്വൾ ടു 0. നേരത്തെ നമ്മൾ ഇതൊരു പ്രൂവ് ചെയ്തിരുന്നു. എക്സ് ഇ റേസ് ടു എക്സ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആണെന്നുള്ളത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്താണ്. അതേപോലെ ഇവിടെ വൈ ഈക്വൾ ടു c1 ഇ റേസ് ടു എക്സ് പ്ലസ് c2 x ഇ റേസ് ടു എക്സ് ഇസ് ടു പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻ വൈ ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് വൈ ഈക്വൾ ടു 0. നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ ടു പാരാമീറ്റർ ഫാമിലി എന്ന് പറയാൻ കാരണം ഇവിടെ c1 ഉണ്ട് c2 ഉണ്ട്, രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ടു പാരാമീറ്റർ ഫാമിലി എന്ന് പറയുന്നത്. ഇനി ഇവിടെ c1നും c2നും പെർട്ടിക്കുലർ വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പെർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും. ഇവിടെ c1ഉം c2ഉം 0 ആയാൽ എന്താ സംഭവിക്കുക? y 0 ആയിപ്പോൾ. അപ്പോൾ y ഈക്വൾ ടു 0 എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർട്ടിക്കുലർ സൊല്യൂഷനാണ്. അതേപോലെ ഇനി c1 0യും c2 1ഉം ആക്കുക. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? y ഈക്വൾ ടു എക്സ് ഇ റേസ് ടു എക്സ് ഇസ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് കിട്ടും. ഇനി c1 5ഉം c2 ഈക്വൾ ടു -2 കൊടുക്കുകയാണെങ്കിൽ y ഈക്വൾ ടു 5 ഇ റേസ് ടു എക്സ് മൈനസ് 2x ഇ റേസ് ടു എക്സ് ഇസ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് c1നും c2നും നമുക്ക് ഏത് വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെ കിട്ടുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ദി ഫംഗ്ഷൻ x ഈക്വൾ ടു c1 cos 40 ആൻഡ് x ഈക്വൾ ടു c2 sin 40 where c1 and c2 are arbitrary constant or parameters are both solution of the linear differential equation x double dash plus 16x equal to 0. x ഈക്വൾ ടു c1 cos 40യും x ഈക്വൾ ടു c2 sin 40യും ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ x ഈക്വൾ ടു c1 cos 40 നമ്മുടെ കയ്യിലുണ്ട്. അതിന് x ഡബിൾ ഡാഷ് നമുക്ക് കാണണം അല്ലേ? x ഡബിൾ ഡാഷ് കണ്ടിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0 കിട്ടുമോ നോക്കണം. അപ്പോൾ നോക്കാം. x ഈക്വൾ ടു c1 cos 40 ആണ്. അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ എന്താ വരിക? വിത്ത് റെസ്പെക്ട് ടു cos 4t ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ കിട്ടുക? എക്സിനെ അപ്പോൾ x ഈക്വൾ ടു c1 cos 40 ആണ്. അപ്പോൾ x ഡാഷ് എന്താ വരിക? c1 ഇൻറ്റു cos 40ൻ്റെ ഡെറിവേറ്റീവ് sin 40 ഇൻറ്റു
മൈനസ് സൈൻ 40 ഇൻറ്റു 4 വരും അല്ലേ. അപ്പോൾ എക്സ് ഡാഷ് ഈക്വൾ ടു -4c1 സൈൻ 40 എന്ന് വരും. ക്ലിയർ ആണോ? കോസ് 40ൻ്റെ ഡെറിവേറ്റീവ് c1 കോൺസ്റ്റൻ്റ് ആണ്. കോസ് 40ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 40 ഇൻറ്റു 4, അപ്പോൾ -4c1 സൈൻ 40 എന്ന് വരും. ഇനി ഇതിനെ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കാം. എക്സ് ഡബിൾ ഡാഷ് എടുക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? -4c1 അവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ -4c1 ഇൻറ്റു സൈൻ 40ൻ്റെ ഡെറിവേറ്റീവ് കോസ് 40 ഇൻറ്റു 4 വരും അല്ലേ. അപ്പോൾ എന്താ ഉണ്ടാവുക? 4 × 4 16 വരും. അപ്പോൾ -16c1 കോസ് 40 എന്ന് വരും. ഇനി നമുക്കിത് നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ ഉണ്ടാവുക? എക്സ് ഡബിൾ ഡാഷ് പ്ലസ് 16x ഈക്വൾ ടു എക്സ് ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് -16c1 കോസ് 40 ആണ്. 16 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് c1 കോസ് 40 ആണ്. അപ്പോൾ അത് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണ് കിട്ടി. അപ്പം എക്സ് ഈക്വൾ ടു c1 40 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൊല്യൂഷനാണ് കിട്ടി. ഇതേപോലെ നമ്മൾ എന്തുകൂടി പ്രൂവ് ചെയ്യണം? എക്സ് ഈക്വൾ ടു c2 സൈൻ 40 ഈ എക്സ് ഡബിൾ ഡാഷ് പ്ലസ് 16x ഈക്വൾ ടു 0ൻ്റെ സൊല്യൂഷനാണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ് ഈക്വൾ ടു c2 സൈൻ 40 ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ എന്താ കിട്ടുക? ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ c2 ഇൻറ്റു സൈൻ 40ൻ്റെ ഡെറിവേറ്റീവ് കോസ് 40 ഇൻറ്റു 4, അപ്പോൾ 4c2 കോസ് 40 എന്നുണ്ടാവും അല്ലേ. ഇനി അതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? 4c2 ഇൻറ്റു കോസ് 40ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 40 ഇൻറ്റു 4, അപ്പോൾ 4 × 4 16 -16c2 സൈൻ 40 എന്ന് കിട്ടും. ഓക്കെ, നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഡബിൾ ഡാഷ് പ്ലസ് 16x ഈക്വൾ ടു എക്സ് ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് -16c2 സൈൻ 40 പ്ലസ് 16c2 സൈൻ 40. 16x ആണ്, എക്സ് എന്ന് പറഞ്ഞാൽ c2 സൈൻ 40 ആണ്. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 0 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി എക്സ് ഈക്വൾ ടു c1 കോസ് 40യും എക്സ് ഈക്വൾ ടു c2 സൈൻ 40യും. ഇതും എന്താണ്? എക്സ് ഡബിൾ ഡാഷ് പ്ലസ് 16x ഈക്വൾ ടു 0ൻ്റെ സൊല്യൂഷൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തും കൂടി പറയാം? ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൾ ടു c1 കോസ് 40 പ്ലസ് c2 സൈൻ 40 എന്ന് പറയുന്നതും എന്തുതന്നെയായിരിക്കും? അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എക്സ് ഈക്വൾ ടു c1 കോസ് 40 പ്ലസ് c2 സൈൻ 40 എന്ന് പറയുന്നത് എക്സ് ഡബിൾ ഡാഷ് പ്ലസ് 16x ഈക്വൾ ടു 0 എന്നുള്ളത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത നമുക്ക് പറയാനുള്ളത് സിംഗുലർ സൊല്യൂഷൻ എന്താണെന്നാണ്. ഓക്കെ, നോക്കുക. സംടൈംസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പൊസസസ് എ സൊല്യൂഷൻ ദാറ്റ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് എ ഫാമിലി ഓഫ് സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ. That is a solution that cannot be obtained by specializing any of the parameters in the family of solution. Such an extra solution is called a singular solution. ഓക്കെ, അപ്പോൾ സിംഗുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞ സൊല്യൂഷൻസ് ഇല്ലേ, ഫാമിലി ഓഫ് സൊല്യൂഷൻസ്, അതിൽ നമ്മൾ കോൺസ്റ്റൻറ്റിന് വാല്യൂസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പെർട്ടിക്കുലർ സൊല്യൂഷൻസ് കിട്ടുന്നത്. അങ്ങനെ കോൺസ്റ്റൻറ്റുകൾക്ക് വാല്യൂ കൊടുത്തിട്ട് കിട്ടാത്ത സൊല്യൂഷൻസ്, അതായത് കിട്ടാത്ത സൊല്യൂഷൻസ് എന്നല്ല, കോൺസ്റ്റൻറ്റുകൾ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ സൊല്യൂഷൻസുകളല്ലാതെയും ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന് സൊല്യൂഷൻസ് ഉണ്ടാവാം. അതായത് ഈ പാരാമീറ്റേഴ്സ് ഇല്ലാത്ത സൊല്യൂഷൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംഗുലർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞതിൽ പാരാമീറ്റേഴ്സ് ഉണ്ടാവും. ആ പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ n പാരാമീറ്റേഴ്സ് ആണെങ്കിൽ n പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻസ് എന്ന് വിളിക്കും. അതിൽ ആ പാരാമീറ്റേഴ്സിന് വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? പെർട്ടിക്കുലർ സൊല്യൂഷൻസ് കിട്ടും. പക്ഷേ സിംഗുലർ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് പാരാമീറ്റേഴ്സ് ഇല്ലാത്ത സൊല്യൂഷൻസ് ആണ്. ഓക്കെ, അങ്ങനെ പെർട്ടിക്കുലർ സൊല്യൂഷനും അല്ല, മറ്റ് പെർട്ടിക്കുലർ സൊല്യൂഷനും അല്ല, പിന്നെ പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷനും അല്ല. അങ്ങനെ രണ്ടും രീതിയിലും അല്ലാത്ത സൊല്യൂഷൻസിനെയാണ് നമ്മൾ സിംഗുലർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡാഷ് ഹോൾ സ്ക്വയർ മൈനസ് എക്സ് വൈ ഡാഷ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഡിഗ്രി അല്ലേ, ഫസ്റ്റ് ഓർഡറാണ്, വൈ ഡാഷ് ആണുള്ളത്, അതിൻ്റെ ഡിഗ്രി 2 ആണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് y ഡാഷ് ഹോൾ സ്ക്വയർ മൈനസ് എക്സ് വൈ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 0. ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ് y ഡാഷ് ഈക്വൽ ടു cx മൈനസ് c സ്ക്വയർ എന്ന് പറയുന്നത്. അത് നമുക്ക് ചെക്ക് ചെയ്യാം.
സോ വൈ ഡാഷ് ഹോൾ സ്ക്വയർ മൈനസ് എക്സ് വൈ ഡാഷ് പ്ലസ് വൈ ഈക്വൾ ടു 0. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ് എന്തെന്ന് പറയുന്നത് വൈ ഈക്വൾ ടു സി എക്സ് മൈനസ് സി സ്ക്വയർ. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് വൈ ഡാഷ് കാണണം. അപ്പോൾ വൈ ഡാഷ് എന്താ വരിക? വൈ ഡാഷ് ഈക്വൾ ടു സി എക്സ് മൈനസ് സി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ സി ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ സി വരും. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വൈ ഡാഷ് ഹോൾ സ്ക്വയർ മൈനസ് എക്സ് വൈ ഡാഷ് പ്ലസ് വൈ എന്താ വരിക? വൈ ഡാഷ് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ സി സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു വൈ ഡാഷ്. വൈ ഡാഷ് എന്താണ്? സി ആണ്. അപ്പോൾ എക്സ് സി പ്ലസ് വൈ. വൈ എന്താണ്? സി എക്സ് മൈനസ് സി സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ സി സ്ക്വയറും സി സ്ക്വയറും ഈക്വൾ ടു അല്ലേ? അപ്പോൾ പ്ലസ് സി സ്ക്വയറും കട്ട് ചെയ്തു. എക്സ് സി കട്ട് ചെയ്തു. ബാക്കി എന്താ ഉണ്ടാവുക? 0 ഉണ്ടാവും. അപ്പോൾ 0 ഈക്വൾ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വൈ ഈക്വൾ ടു സി എക്സ് മൈനസ് സി സ്ക്വയർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ്. ഇതെന്ത് സൊല്യൂഷനാണ്? 1 പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷനാണ് അല്ലേ? കാരണം സി എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് 1 പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷനാണ്. ഈ സിക്ക് വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? പെർട്ടിക്കുലർ സൊല്യൂഷൻസ് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഈ ഒരു വൈ ഡാഷ് ഹോൾ സ്ക്വയർ മൈനസ് എക്സ് വൈ ഡാഷ് പ്ലസ് വൈ ഈക്വൾ ടു 0ൻ്റെ വൈ ഈക്വൾ ടു എക്സ് സ്ക്വയർ ബൈ 4ഉം ഇതിൻ്റെ ഒരു സൊല്യൂഷനാണെന്ന് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വൈ ഈക്വൾ ടു എക്സ് സ്ക്വയർ ബൈ 4 സൊല്യൂഷനാണോ നോക്കാം. വൈ ഈക്വൾ ടു y ഈക്വൾ ടു എക്സ് സ്ക്വയർ ബൈ 4. അപ്പോൾ വൈ ഡാഷ് എന്താ വരിക? വൈ ഡാഷ് ഈക്വൾ ടു 2x ബൈ 4 വരും അല്ലേ? 2x ബൈ 4 എന്ന് പറയുമ്പോൾ എക്സ് ബൈ 2 വരും. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈ ഡാഷ് ഹോൾ സ്ക്വയർ മൈനസ് എക്സ് വൈ ഡാഷ് പ്ലസ് വൈ ഈക്വൾ ടു എന്താ വരിക? വൈ ഡാഷ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ ഡാഷ് എക്സ് ബൈ 2 ആണ്. ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം എക്സ് സ്ക്വയർ ബൈ 4 വരും. മൈനസ് എക്സ് ഇൻറ്റു വൈ ഡാഷ് എക്സ് ബൈ 2 ആണ്. എക്സ് ഇൻറ്റു എക്സ് ബൈ 2 എന്ന് പറയുമ്പം എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 4 ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 4ഉം എക്സ് സ്ക്വയർ ബൈ 4ഉം 2 ടൈംസ് എക്സ് സ്ക്വയർ ബൈ 4 ഉണ്ട്. അപ്പോൾ എന്താ വരിക? 2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 4 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 വരും. മൈനസ് ഇവിടെയുള്ള എക്സ് സ്ക്വയർ ബൈ 2. അപ്പോൾ ഇതെന്താണ്? 0 ആണ്. അപ്പോൾ 0 ഈക്വൾ ടു 0. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ വൈ ഈക്വൾ ടു എക്സ് സ്ക്വയർ ബൈ 4 എന്ന് പറയുന്നതും എന്തുതന്നെയാണ്? വൈ ഡാഷ് ഹോൾ സ്ക്വയർ മൈനസ് എക്സ് വൈ ഡാഷ് പ്ലസ് വൈ ഈക്വൾ ടു 0 എന്ന് പറഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ഈ സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിംഗുലർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. കാരണം ഇവിടെ കോൺസ്റ്റൻറ്റുകളൊന്നുമില്ല അല്ലേ? പാരാമീറ്റേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ സിംഗുലർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എ സിസ്റ്റം ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് 2 or more ഇക്വേഷൻ ഇൻവോൾവിംഗ് ദ ഡെറിവേറ്റീവ്സ് ഓഫ് 2 or more അൺനോൺ ഫംഗ്ഷൻ ഓഫ് എ സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഒന്നിലധികം 2 or more അൺനോൺ ഫംഗ്ഷൻ ഓഫ് എ സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഒന്നിലധികം ഫംഗ്ഷൻസ് ഉണ്ടാവും, പക്ഷേ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഒറ്റൊന്ന് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ജനറൽ ഫോം ഒന്ന് നോക്കാം. അപ്പോൾ dx by dt ഈക്വൾ ടു എഫ് ഓഫ് ടി എക്സ് വൈ, dy by dt ഈക്വൾ ടു ജി ഓഫ് ടി എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോമാണിത്. dx by dt ഈക്വൾ ടു എഫ് ഓഫ് ടി എക്സ് വൈ ആൻഡ് dy by dt ഈക്വൾ ടു ജി ഓഫ് ടി എക്സ് വൈ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ എക്സും വൈയും എന്താണ്? ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ് അല്ലേ? ടീനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്താണ്? ടി യു ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. A solution of a system such as this equation 10 is a pair of differentiable function x equal to phi 1 of t and y equal to phi 2 of t defined on a common interval I that satisfy each equation of a system on this interval. അതായത് dx by dt equal to ഇത് നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ പറഞ്ഞ അത്രയും നമ്മൾ
പറഞ്ഞ കാര്യം പോലെയുള്ള അതേപോലത്തെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലേ ഡി എക്സ് ബൈ ഡി ടി ഈക്വൾ ടു എഫ് ഓഫ് ടി എക്സ് വൈ, അതേപോലെ ഡി വൈ ബൈ ഡി ടി ഈക്വൾ ടു ജി ഓഫ് ടി എക്സ് വൈ. ഇത് രണ്ടും രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് എന്ത് കിട്ടും? സം 5 എക്സ് ഈക്വൾ ടു സം 5 ഓഫ് ടി എന്ന് കിട്ടും. അതേപോലെ ഇതിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് എന്ത് കിട്ടും? y ഈക്വൾ ടു 5 ഓഫ് ടി എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു പെയർ ഓഫ് ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ പെയർ ആയിട്ടാണ് വരിക. എക്സ് ഈക്വൾ ടു 5 ഓഫ് ടി, y ഈക്വൾ ടു 5 ഓഫ് ടി. ഓക്കെ, അപ്പോൾ ഇതാണ് സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡി എക്സ് ബൈ ഡി ടി ഈക്വൾ ടു എക്സ് പ്ലസ് 3y, ഡി വൈ ബൈ ഡി ടി ഈക്വൾ ടു 5x പ്ലസ് 3y. ഇതൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ് അല്ലേ, സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ഇത് വെരിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. വെരിഫൈ ദി ഇൻഡിക്കേറ്റഡ് പെയർ ഓഫ് ഫംഗ്ഷൻ ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓൺ ദി ഇൻ്റർവൽ -∞. ഈ തന്നിട്ടുള്ള സൊല്യൂഷൻ, അതായത് എക്സ് ഈക്വൾ ടു ഇ റേസ് ടു -2t പ്ലസ് 3 e raised to 60, y equal to -e raised to -2t plus 5 e raised to 60. ഇത് ഇതിൻ്റെ സൊല്യൂഷനാണ് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്കിവിടെ എക്സ് തന്നിട്ടുണ്ട് അല്ലേ, എക്സ് ഈക്വൾ ടു ഇ റേസ് ടു -2t പ്ലസ് 3 e raised to -60 എന്ന് തന്നിട്ടുണ്ട്. ആദ്യം ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ഡി എക്സ് ബൈ ഡി ടി കിട്ടും. അത് അവിടെ വെക്കുക. ഇനി ഈ എക്സ് പ്ലസ് 3y കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വൈയും തന്നിട്ടുണ്ട്. വൈ എന്താണ്? -e raised to -2t പ്ലസ് 5 e raised to 60 ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, എക്സ് പ്ലസ് 3y നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും എൽ എച്ച് എസും ആർ എച്ച് എസും സെയിം ആണോ നോക്കുക. അതേപോലെ രണ്ടാമത്തെ കേസ് നോക്കുക. അപ്പോൾ വൈ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. വൈ -e raised to -2t പ്ലസ് 5 e raised to 60 തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. പിന്നെ 5x പ്ലസ് 3y എന്താ നോക്കുക. അത് രണ്ടും കണ്ടിട്ട് രണ്ട് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ് നോക്കുക. ഈക്വൽ ആണെങ്കിൽ ഈ സിസ്റ്റം ഓഫ് സൊല്യൂഷൻസ് ഈ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആയിരിക്കും, ഈ പെയർ ഓഫ് സൊല്യൂഷൻസ്. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ കേസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൾ ടു 4y പ്ലസ് ഇ റേസ് ടു ടി, ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഈക്വൾ ടു 4x മൈനസ് ഇ റേസ് ടു ടി. ഇതിൻ്റെ രണ്ട് സൊല്യൂഷൻസ് എക്സും വൈയും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ.